ഒറ്റ വർഷം കൊണ്ട് ജനസംഖ്യ 2 ലക്ഷം കുറഞ്ഞിരിക്കുകയാണ്. പോളണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. വികസിത രാജ്യങ്ങൾക്ക് ഇത് ആശങ്കയുണ്ടാക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. യൂറോപ്യൻ രാജ്യമായ പോളണ്ടിലെ ഏറ്റവും പുതിയ ജനസംഖ്യാ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് ആശങ്കാജനകമാണ്. റിപ്പോർട്ട് അനുസരിച്ച് 2023 ഒരു വർഷത്തിനുള്ളിൽ പോളണ്ടിലെ മൊത്തം ജനസംഖ്യയിൽ 1,58,000 പേരുടെ കുറവുണ്ടായിട്ടുണ്ട്. ഇത് പോളണ്ട് ഗുരുതരമായിട്ടുള്ള ജനസംഖ്യാ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് കാണിക്കുന്നത്. ഈ കുറവിൻ്റെ കാരണങ്ങൾ അറിയുന്നതും വളരെയധികം രസകരമാണ്. എന്താണ് ഈ കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ജനസംഖ്യാ കുറവിൻ്റെ പ്രധാന കാരണങ്ങൾ കുറഞ്ഞ ജനന നിരക്കും ഉയർന്ന മരണനിരക്കുമാണ്. പ്രധാനമായും കുട്ടികൾ വേണ്ട എന്ന് വയ്ക്കുന്നു പോളണ്ടിലുള്ള ആൾക്കാർ. അവർ കൂടുതലും ജീവിതം ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുന്നു, അല്ലാതെ സന്താനോൽപാദനത്തിലല്ല അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ജനസംഖ്യാ കുറവിൻ്റെ പ്രധാന കാരണം വളരെ കുറഞ്ഞ ജനന നിരക്കാണ്. 2023 പോളണ്ടിൽ 2,72,000 കുട്ടികൾ മാത്രമേ ജനിച്ചിട്ടുള്ളൂ. ഇത് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും താഴ്ന്ന നിരക്കാണ്. അതായത് ഒരു വർഷം ജനിക്കുന്ന കുട്ടികളുടെ കണക്കെടുക്കുമ്പോഴാണ് അടുത്ത ജനറേഷൻ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഒരു വർഷം വെറും 2,72,000 കുട്ടികൾ മാത്രമാണ് പോളണ്ടിൽ ജനിച്ചിരിക്കുന്നത്. മറുവശത്ത് അതേ വർഷം 4,30,000 മരണങ്ങൾ പോളണ്ടിൽ രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ഒരു വർഷം പോളണ്ടിൽ മരിച്ചത് 4,30,000 പേര്, അതേസമയം ജനിച്ചത് 2,42,000 പേര്. ഇത് ജനസംഖ്യയുടെ വലിയൊരു ഭാഗം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. 2025 ജനുവരി മുതൽ സെപ്റ്റംബർ വരെ 1,81,000 കുട്ടികൾ ജനിച്ചു. ഇത് 2024 ഇതേ കാലയളവിൽ ജനിച്ചവരുടെ എണ്ണത്തെക്കാൾ 11,000 കുറവാണ്. സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി നിരക്ക് 1.11 ഇത് യൂറോപ്പിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണ്. രാജ്യത്തെ ജനസംഖ്യാ സ്ഥിരത നിലനിർത്താൻ ഫെർട്ടിലിറ്റി നിരക്ക് 2.1 ആയിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. 1990 സ്ത്രീകൾ ആദ്യം കുഞ്ഞിന് ജന്മം നൽകുന്ന ശരാശരി പ്രായം 22.7 ആയിരുന്നു. 2024 അത് 29.1 വർദ്ധിച്ചു. സ്ത്രീകൾ ആദ്യമായി അമ്മമാരാകുന്ന പ്രായം കൂടുന്നതിനനുസരിച്ച് ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറയുന്നു എന്നുള്ള റിപ്പോർട്ടും ഉണ്ട്. പോളണ്ടിൻ്റെ ഇപ്പോഴത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 36.6 ദശലക്ഷമാണ്. 1981 ഇത് 40 ദശലക്ഷമായിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.